വാർത്തയിലേക്ക്. ഡൽഹിയിലെ PFI അനുകൂല സംഘടനകളെ സഹായിച്ചിരുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ തേടി NIA സംഘം കേരളത്തിൽ. മലപ്പുറത്ത് 2 ഇടങ്ങളിലും കോഴിക്കോട്, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിൽ ഓരോ കേന്ദ്രങ്ങളിലുമാണ് പരിശോധന. ഹവാല ഇടപാടുകളുടെ രേഖകൾ പിടിച്ചെടുത്തതായി ദേശീയ അന്വേഷണ ഏജൻസി. ന്യൂസ് 18 ഇൻസൈഡ് സ്കൂപ്പ് വിവരങ്ങളുമായി ഡാൻ കുര്യനും KV ബൈജുവും ചേരുകയാണ്. ആദ്യം ഡാനിലേക്ക് വരാം. എന്തായാലും വലിയ റെയ്ഡ് നടക്കുകയാണ് കേരളത്തിൽ എന്നുള്ളതാണ് വാർത്ത. ഡൽഹിയിലെ PFI അനുകൂല സംഘടനകളെ സഹായിച്ചിരുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് NIA സംഘത്തിന്റെ ലക്ഷ്യം. മലപ്പുറത്ത് 2 റെയ്ഡ് നടക്കുന്നുണ്ട്. കോഴിക്കോട്, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. അവിടെ ഓരോ കേന്ദ്രങ്ങളിലാണ് ഈ 3 ജില്ലകൾ റെയ്ഡ് ഇപ്പോൾ നടക്കുന്നത്. പരിശോധന ഹവാല ഇടപാടുകളുടെ ഹവാല ഇടപാടുകളുടെ രേഖകൾ പിടിച്ചെടുത്തതായാണ് ദേശീയ അന്വേഷണ ഏജൻസി അറിയിക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്കൊപ്പം കൊച്ചി NIA യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും ഈ റെയ്ഡിൽ പങ്കെടുക്കുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പരിശോധന പുരോഗമിക്കുന്നത് കേരള പോലീസിന്റെ സഹായത്തോടെയാണ്. ഈ വ്യാപക പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേരളത്തിൽ റെയ്ഡ് നടക്കുന്നത്. ഡാൻ കുര്യനിലേക്ക് പോവുകയാണ്. ഡാൻ, എന്തായാലും ഈ സാമ്പത്തിക സ്രോതസ് ഡൽഹിയിലെ PFI അനുകൂല സംഘടനകളെ സഹായിച്ചിരുന്ന സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുക എന്നുള്ളതാണല്ലോ NIA സംഘത്തിന്റെ നിലവിലെ ലക്ഷ്യം. ഈ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണല്ലോ. ഈ നീക്കത്തെ എങ്ങനെയാണ് കാണേണ്ടത്? അശ്വതി, കേരളത്തിന് പുറമെ കർണാടകത്തിലും ബീഹാറിലും സംയുക്തമായിട്ടാണ് ഇപ്പോൾ NIA പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കേരളത്തിൽ പരിശോധന നടത്താനിടയായ സാഹചര്യം സംബന്ധിച്ച വിവരങ്ങളാണ് ന്യൂസ് 18 ഇൻസൈഡ് സ്കൂപ്പിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതായത് ഡൽഹിയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്ന RC 31/2022 കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാണ് ഡൽഹിയിൽ നിന്നുള്ള ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ കേരളത്തിലെ 5 സ്ഥലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ മലപ്പുറത്ത് 2 കേന്ദ്രങ്ങളിലും തിരുവനന്തപുരത്തും കാസർഗോഡും കോഴിക്കോടും ഓരോ കേന്ദ്രങ്ങളുമാണ് ഇപ്പോഴും പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് അവസാന ഘട്ടത്തോട് അടുത്തിട്ടുണ്ട് എന്ന സൂചനകളാണ് നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നത്. കേരള പോലീസിന്റെ സഹായത്തോടെയാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് ഈ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ അനുബന്ധ സംഘടനകൾക്ക് ഹവാല ഇടപാടുകളിലൂടെ വൻ സാമ്പത്തിക സഹായം നൽകിയിരുന്ന കേരളത്തിലെ ചില കേന്ദ്രങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസിക്ക് വിവരം ലഭിച്ചിരുന്നു. ആ വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഒരേ സമയം ഈ 5 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുകയെന്ന നിർണായകമായൊരു നീക്കത്തിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസി എത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഡൽഹിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സംയുക്തമായാണ് 5 കേന്ദ്രങ്ങളിലും ഒരേ സമയം പരിശോധന ആരംഭിച്ച് അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഹവാല ഇടപാടുകളിലൂടെ ഈ ഡൽഹി കേന്ദ്രീകരിച്ച് പോപ്പുലർ ഫ്രണ്ടിന് സഹായം നൽകിയിരുന്ന അനുബന്ധ സംഘടനകളെ സഹായിച്ചിരുന്നതിൻ്റെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളടക്കം ഇന്ന് നടന്ന പരിശോധനയിൽ കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് NIA ഭാഗത്ത് നിന്ന് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള അറസ്റ്റിലേക്ക് നീങ്ങുമോ, അതോ ഈ പരിശോധന നടന്ന കേന്ദ്രങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായി ബാങ്ക് ഇടപാടുകളടക്കം മരവിപ്പിക്കുന്ന ഒരു നിയമ നടപടിയിലേക്കായിരിക്കുമോ പോവുക NIA എന്ന കാര്യത്തിലാണ് ഇനി സംശയം ബാക്കിയാകുന്നത്. അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. അശ്വതി, ശരി ഡാൻ. ഞാൻ KV ബൈജുവിലേക്ക് കൂടി പോകുന്നു. ബൈജു, ഈ ഫുൽവാരി ഷെരീഫ് കേസിൽ മഞ്ചേശ്വരം, കുഞ്ചത്തൂരിലും റെയ്ഡ് നടക്കുന്നു എന്നാണല്ലോ അറിയുന്നത്. അവിടെ എപ്പോഴാണ് ഉദ്യോഗസ്ഥർ എത്തിയതും ഈ റെയ്ഡ് ആരംഭിച്ചതും? ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്? അശ്വതി, റെയ്ഡ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. പുലർച്ചെ 5 മണി 5:15 NIA സംഘം ഈ കുഞ്ചത്തൂരിലുള്ള അബ്ദുൾ മുനീറിന്റെ വീട്ടിലെത്തിയത്. പരിശോധന ആരംഭിച്ചത് 7 മണിക്കൂർ ഈ പരിശോധന നീണ്ടുനിന്നു. 2 വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 6 അംഗ സംഘമാണ് പരിശോധനക്കായി എത്തിയത്. എന്തായാലും ഈ അറസ്റ്റോ മറ്റ് നടപടിക്രമങ്ങളിലേക്കോ ഇവിടെ ഉദ്യോഗസ്ഥർ നീങ്ങിയിട്ടില്ല. അതേസമയം ഈ പരിശോധനയിൽ ചില വസ്തുക്കൾ പിടിച്ചെടുത്തതായി വിവരമുണ്ട്. എന്നാൽ NIA ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനി വരാനുണ്ട്. കാസർഗോഡിന് പുറമെ ദക്ഷിണ കന്നഡ ജില്ലയിലെ 16 ഇടങ്ങളിലും ഇത്തരത്തിൽ പരിശോധന നടന്നു. ഏതാണ്ട് പരിശോധനകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇതുവരെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ എന്ന വിവരം സംബന്ധിച്ച് ഇതുവരെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ നിരോധിത സംഘടനയായ PFIയുടെ പ്രവർത്തകർ നേരത്തെ ഇതേ പ്രദേശത്ത് തന്നെ അറസ്റ്റിലായിരുന്നു. ആബിദാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ അബ്ദുൾ മുനീറിന്റെ വീട്ടിലും പരിശോധന നടത്തിയത്. എന്തായാലും വിദേശത്ത് നിന്നും ഇത്തരത്തിൽ രാജ്യദ്രോഹ പ്രവർത്തനത്തിനായി ഫണ്ട് എത്തി എന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പരിശോധന എന്ന് അറിയുന്നു. എന്തായാലും ഈ പരിശോധന ഇപ്പോൾ പൂർത്തിയായി ഉദ്യോഗസ്ഥ സംഘം മടങ്ങിയിട്ടുണ്ട്.
ഹോട്ടൽ ഉടമ സിദ്ദിഖിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ കോഴിക്കോട് എത്തിച്ച് തെളിവെടുത്തു. ഷിബിലിയെയും ഫർഹാനെയും എരഞ്ഞിപ്പാലത്തെ ഹോട്ടലിലും ഷിബിലിയെ ഇലക്ട്രിക് കട്ടറും ട്രോളി ബാഗും വാങ്ങിച്ച കടകളിലും